ഹായ് ഓൾ, വെൽക്കം ടു സ്പൈസി ആൻഡ് ഈസി. സ്പൈസി ആൻഡ് ഈസിയിൽ ഇന്നൊരു സ്നാക്ക് ഐറ്റമാണ് ഉണ്ടയപ്പം. ഉണ്ടയപ്പത്തിന് കുഴിപ്പണിയാരം എന്ന് പറയും, മോരപ്പം എന്നും പറയും. ഇത് 3 പേരാണ് ഞാൻ കേട്ടിരിക്കുന്നത്, വേറെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാവുന്നത് വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ കുറച്ച് ദോശമാവുണ്ട്, ഇഡ്ലി മാവുണ്ട്, പക്ഷേ അത് നമുക്കൊന്നിനും തികയില്ല. ദോശ ചുട്ടാലും തികയില്ല, ഇഡ്ലി ചുട്ടാലും തികയില്ല എന്നുള്ളൊരു സമയം വരുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. കുറച്ച് പച്ചരി അരയ്ക്കുക, അതിൽ ചേർക്കുക. പിന്നെ പുളി ഉള്ളതാണെങ്കിൽ നമുക്കതിൽ മോര് ചേർക്കേണ്ട ആവശ്യമില്ല. പുളി ഇല്ലാത്തതാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് തൈര്, നല്ല പുളിച്ച തൈരോ മോരോ അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചീസ് ആഡ് ചെയ്യാം, കുറച്ച് പച്ചക്കറി ആഡ് ചെയ്യാം. പക്ഷേ ഇത് ഇവർക്ക് രാവിലെ കൊടുക്കുക, വൈകുന്നേരത്തിന് കൊടുക്കുക, രാത്രി കൊടുക്കുക. ഒരിക്കലും സ്നാക്ക് ബോക്സിൽ ഇത് കൊടുത്തയക്കരുത്. ഇത് ഞാൻ ഓപ്റ്റ് ചെയ്യില്ല സ്നാക്ക് ബോക്സിൽ. അത് 3 മണിക്കൂറൊക്കെ വളരെ സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആയിട്ടിരിക്കും. പക്ഷേ അതിന് ശേഷം അതിൽ കുറച്ചൊരു ഹാർഡാവും. അപ്പോൾ അതെന്തായാലും ഇത് കൊടുത്തയക്കേണ്ട കുട്ടികൾക്ക്. സ്നാക്ക് ബോക്സിൽ കൊടുത്തയക്കേണ്ട, അല്ലാത്ത സമയത്ത് നല്ല ചൂടോടുകൂടി കൊടുക്കാം. പിന്നെ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉള്ളിച്ചമ്മന്തി. ആ ഉള്ളിച്ചമ്മന്തി അതിൽ ഫസ്റ്റ് വണ്ണാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ഇതിൻ്റെ കൂടെ നമ്മൾ നാളികേര ചട്നിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഉള്ളിച്ചമ്മന്തി തന്നെയാണ് ഇതിൻ്റെ കൂടെ ബെസ്റ്റ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം, അതും പ്രത്യേകം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇത് ഉണ്ടാക്കിയാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു, ബൈ. 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിയുടെ കൂടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും. ഇത് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് അതിനുശേഷം ഇതിൽ 1.5 ഗ്ലാസോളം ഇഡ്ലി മാവുണ്ട്. ആ ഇഡ്ലി മാവിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പച്ചരി ചേർക്കുകയാണ്. ഈ ഇഡ്ലി മാവ് പുളി ഇല്ലാത്തതാണ്, അപ്പോൾ അത് കാരണം തൈര് ചേർക്കുന്നുണ്ട്. ഇഡ്ലി മാവ് പുളി ഉണ്ടെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിയാൽ മതി. ഞാനിപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. എന്നിട്ട് 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നന്നായി ഇളക്കി വയ്ക്കുക. ഇളക്കി വയ്ക്കുന്ന സമയത്ത് ഇതിപ്പോൾ ദോശയുടെ അത്ര വെള്ളം ആവണ്ട, നമ്മുടെ ഇഡ്ഡലിയുടെ അത്ര കട്ടിയും വേണ്ട. അപ്പോൾ അതൊരു മീഡിയം കൺസിസ്റ്റൻസി. അപ്പോൾ ആ കൺസിസ്റ്റൻസിയിൽ വേണം ഇതിപ്പോൾ ഇളക്കി വയ്ക്കാൻ. വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറവിടാനുള്ളത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉഴുന്നുപരിപ്പ് ഇതിൽ എത്ര ഇട്ടാലും ടേസ്റ്റ് കേട്ടോ. ഉഴുന്നുപരിപ്പ്, ഈ സമയത്ത് കാഷ്യൂനട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് എരിവ് ജാസ്തിയാണ് ഇതിൽ, കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി. വലിയ ഉള്ളി ഇതിൽ എടുക്കരുത്, ചെറിയ ഉള്ളി തന്നെ വേണം. കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിൽ ഉള്ളി ബ്രൗൺ നിറമൊന്നും ആവണ്ട. ഈ സമയത്ത് നിങ്ങൾക്ക് പച്ചക്കറി വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പച്ചക്കറി വേണമെങ്കിൽ ഒന്ന് ചേർത്ത് വഴറ്റാം. പച്ചക്കറി ആവശ്യമില്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ ചെറിയ ഉള്ളി തന്നെ ഇതാക്കി വെച്ചത്. ഇനി ചെറിയ ഉള്ളി വഴറ്റിയത് ഇതിലേക്ക് കൊട്ടുക, നന്നായി ഒന്ന് ഇളക്കി. ഇത് 1 മണിക്കൂറോളം വെച്ചാൽ നല്ല ടേസ്റ്റിൽ കിട്ടും. കുറച്ചും കൂടെ സ്മൂത്തായി കിട്ടും, സോഫ്റ്റായി കിട്ടും ഉണ്ടയപ്പം. ഈ തൈരൊക്കെ അതിൽ ശരിക്കും ഒന്ന് പിടിച്ച് കിട്ടും. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, 1 മണിക്കൂറൊന്നും വയ്ക്കുന്നില്ല. ഇത് ഡയറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ 1 മണിക്കൂറോളം വയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടെ പൊങ്ങും മാവ്. ഈ തൈരിൻ്റെ പുളിയിലൊക്കെ മാവ് പൊങ്ങും. ഇനി കല്ല് വയ്ക്കുക. ഇത് പഴയ കാലത്തെ കല്ലാണ്, അപ്പോൾ അതിൽ അടിയിൽ പിടിക്കണ പ്രശ്നമേ വരുന്നില്ല. കുറേ പഴകിയ കല്ലാണിത്. ഇത് അപ്പക്കല്ല്. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം എണ്ണ എല്ലാ കുഴിയിലും ഒഴിക്കണം. എന്നിട്ട് മാവ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിക്കണം. എന്നാലേ മാവ് ഇതങ്ങനെ പൊങ്ങി വരുള്ളൂ, ഇല്ലെങ്കിൽ മാവ് പൊങ്ങില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല എണ്ണ ചൂടാവുമ്പോൾ മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി മാവ് പൊങ്ങും. ഇത് കുറച്ച് നേരം കൂടെ ഇരുന്നാൽ അതിനേക്കാൾ പൊങ്ങി വരും. ഞാൻ അത്ര വെയിറ്റ് ചെയ്തില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യൂ കേട്ടോ, എന്നാൽ കുറച്ചും കൂടെ നന്നായി കിട്ടും. ഇത് നന്നായി പൊങ്ങി വരുന്നുണ്ട്. ബ്രൗൺ നിറമാവാം. ചിലതിലൊക്കെ വൈറ്റ് നിറം തന്നെ കിട്ടും. ഇതൊരു ഇളം ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് അടി പിടിക്കാത്ത കല്ലാണ്. കുറേ ഉപയോഗിച്ച കല്ലായ കാരണം, കുറേ കാലം പഴകിയ കാരണം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ നല്ലെണ്ണ ഒഴിക്കണേ ആദ്യം. നല്ലെണ്ണ ഒഴിക്കില്ല, നല്ലെണ്ണ ഒന്ന് തുടച്ചാൽ മതി എല്ലാ കുഴിയിലും. ഇതെന്നിട്ട് കറക്റ്റായിട്ട് മറിച്ചിടാം. ഒരു ഭാഗം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഭാഗവും ഇതേപോലെ ആവട്ടെ.
നല്ല ടേസ്റ്റ് ആട്ടോ. അതോ ഈ വൈകുന്നേരമൊക്കെ കഴിക്കുമ്പോൾ നല്ല ഇതാണ്. ഞാൻ ഇന്നിപ്പോൾ രാത്രി തന്നെയാണ് നമ്മുടെ അവിടെ. ഇത് വൈകുന്നേരത്തിനൊന്നും ആർക്കും കഴിക്കാൻ താല്പര്യമില്ല, അപ്പോൾ രാത്രി തന്നെ ഇത് ഒരു നേരത്തെ സംഭവമായല്ലോ. ഇതിൻ്റെ കൂടെ ചമ്മന്തി മറക്കരുത്, റെഡ് ചട്നി, ആദ്യത്തെ നല്ലോണം കടുക് വറുത്തിടണ ചട്നി, ആ ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് സൈഡും കൂടെ ആയിട്ടുണ്ടാവും. ആ രണ്ട് സൈഡും നമ്മൾക്ക് ഇത് അങ്ങനെ അടി പിടിക്കാത്ത കാരണമാണ് ഇത്ര എളുപ്പത്തിൽ എടുക്കാൻ കിട്ടുന്നത്. ചില കല്ലൊക്കെ ഇങ്ങനെ അടിയിൽ പിടിക്കും, അപ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നല്ലെണ്ണ പുരട്ടി കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ ഒഴിക്കുക എല്ലാ കുഴിയിലും. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. നല്ല ടേസ്റ്റുള്ള ഉണ്ടപ്പമാണ്, എനിക്കിഷ്ടമുള്ള സാധനം അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക, ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.